എല്ലാ കൂട്ടുകാർക്കും തൂവൽത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഒരു മുട്ട മസാല ഫ്രൈ ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളിയാണ്. ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി ഒരു 10-12 എണ്ണം അരിഞ്ഞു വെച്ചിരുന്നതാണ്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി എടുക്കണം. ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം ഞാൻ 1 തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയും ഒരു സ്വല്പം ഗരം മസാലപ്പൊടി ചേർത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കണം. ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് അടച്ച് വെച്ച് 1 മിനിറ്റ് ചെറുതീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട മസാല ഫ്രൈ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.